എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയൊരു സംവാദം സംഘടിപ്പിച്ച സലീഷിനോടും വാസ്തവ് ടീമിനോടുമുള്ള അഭിനന്ദനം ആദ്യമേ അറിയിക്കട്ടെ. ഇങ്ങനെയൊരു സംവാദവേദിയിലേക്ക് എനിക്കൊരു അവസരം തന്ന അദ്ദേഹത്തിനോടുള്ള നന്ദിയും കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് തന്നെ പ്രവേശിക്കുകയാണ്. ക്ഷേത്രാചാരങ്ങളിൽ പരിഷ്കരണം ആവശ്യമോ എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം. ഈ ഒരു വിഷയവും ഇതിനു മുമ്പ് ശംഖു അവതരിപ്പിച്ച ഒരു വിഷയവും ഇവിടെയുണ്ട്. ഈ രണ്ട് വിഷയവും എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ഇതൊരു ഡിബേറ്റബിൾ പോയിൻ്റ് പോലുമാണോ എന്നുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഇത് 2025 മെയ് 25 വൈകുന്നേരമാണ് എന്നുള്ളതൊരു ഡിബേറ്റബിൾ പോയിൻ്റാണ്. സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ് എന്നുള്ളതൊരു ഡിബേറ്റബിൾ പോയിൻ്റാണ്. അത്രമാത്രം ക്ലിയറായിട്ടുള്ളൊരു കാര്യമാണത്. ഇസ്ലാമിസവും ഹിന്ദുത്വവും തമ്മിൽ സമീകരണം ആവശ്യമുണ്ടോ, അത് സമീകരണ യോഗ്യമാണോ എന്നുള്ളത് ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അത് അത്രമാത്രം ക്ലിയറാണത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു. മനഃപൂർവ്വവും അല്ലാതെയും സമൂഹം അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഡിബേറ്റിൻ്റെ പ്രാധാന്യം ഉണ്ട്. ഇങ്ങനെയൊരു ഡിബേറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ക്ഷേത്രാചാരങ്ങളിലെ പരിഷ്കരണം എന്ന ആ ഒരു പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പരിഷ്കരണം എന്ന് പറയുന്ന സംഭവം, പരിഷ്കരണം എന്ന് പറയുന്നത് എന്താണ് ശരിക്ക്? അതൊരു വളർച്ച എന്നുള്ളതിൻ്റെ മറ്റൊരു രൂപമാണ്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ പരിഷ്കരണം, ഈ വളർച്ച എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ജൈവിക സ്വഭാവമാണത്. കാര്യം നമ്മുടെ പ്രപഞ്ചം അത് ഏറ്റവും സൂക്ഷ്മാണു, ആറ്റം, അതിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അതിൻ്റെ അപ്പുറത്ത് ക്വാർക്ക്, അതിൻ്റെ അപ്പുറത്ത് സ്ട്രിങ്, അതിൻ്റെ അപ്പുറത്ത് ശൂന്യത, ഇങ്ങനെ ആ തലം മുതൽ വളർന്ന് ഗാലക്സികളും കോടാനുകോടി സൗരയൂഥങ്ങളും എല്ലാം അടങ്ങിയ ഈ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു തലം വരെ ഈ മാറ്റം എന്നുള്ളത് അനുസ്യൂതം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ വളർച്ച എന്നുള്ളത് അനുസ്യൂതം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ഓർഗാനിക് എൻറ്റിറ്റിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞ വളർച്ച, പരിഷ്കാരം എന്നുള്ളത്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ നിമിഷം പോലും എൻ്റെ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങൾ ജനിക്കുകയും കുറച്ച് സമയം നിലനിൽക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മാറ്ററിൻ്റെ നമ്മൾ മുറിച്ചകത്തേക്ക് പോയി കഴിഞ്ഞാൽ, സബാറ്റോമിക് തലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ, അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റർ അല്ലെങ്കിൽ ആ സബാറ്റോമിക് കണങ്ങൾ എന്ന് പറയുന്നത് അത് ഏകദേശം പീക്കോ സെക്കൻഡുകൾ മാത്രമാണ്. ഒരു പീക്കോ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ 1 ട്രില്യൺത്ത് ഓഫ് എ സെക്കൻഡാണത്. 1 ട്രില്യൺത്ത് ഓഫ് എ സെക്കൻഡ്. ഏതാനും പീക്കോ സെക്കൻഡുകൾ മാത്രം നിലനിന്ന് നശിച്ചു പോകും, വീണ്ടും ഉണ്ടാകും, വീണ്ടും നശിച്ചു പോകും. ഇങ്ങനെ നടക്കുന്ന ആ സംഭവ പരമ്പരകളുടെ ഒരു ആകത്തുകയാണ് മാറ്റർ. ഞാൻ നിങ്ങളെ ഇവിടെ ഇരിക്കുന്നില്ല. എപ്പോഴീ മാറ്റം എന്ന് പറയുന്ന സംഭവം, ഈ പരിഷ്കരണം അല്ലെങ്കിൽ ഈ വളർച്ച, ഇത് നിൽക്കുന്നോ, എന്നിലുണ്ടാകുന്ന ഈ പരിഷ്കരണം എപ്പോൾ അവസാനിക്കുന്നോ ആ നിമിഷം ഞാനൊരു ഡെഡ് ബോഡിയായി മാറും. നമ്മൾ ഓരോരുത്തരും ആ ഡെഡ് ബോഡിയായി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അത് എത്രയും പെട്ടെന്ന് സംസ്കരിച്ചില്ലെങ്കിൽ അത് സമൂഹത്തിന് ഭീഷണിയാണ്. അവിടെ ബാക്ടീരിയകൾ പെറ്റുപെരുകും. ഹിന്ദുത്വം എന്ന് പറയുന്നത്, സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു ജൈവികമായ പ്രക്രിയയാണ്, ഒരു ഓർഗാനിക് എൻറ്റിറ്റിയാണ്.
ഈ മാറ്റവും വളർച്ചയും പരിഷ്കരണവും നിരന്തരം നടക്കുന്നത് കൊണ്ടാണ് അത് ചിരന്തനമായിരിക്കുന്നതും സനാതനമായിരിക്കുന്നതും. അങ്ങനെ മാറ്റം വരാത്ത, ആ വളർച്ച മുരടിച്ച, ആ വളർച്ച നിന്നുപോയ തത്വശാസ്ത്രങ്ങൾ, ആശയങ്ങൾ ഇന്ന് ഈ ലോകത്തിന് എത്രത്തോളം ഭീഷണിയായിരിക്കുന്നു എന്നുള്ളതിന് നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തങ്ങൾ ഏറെയുണ്ട്. സംസ്കരിക്കാത്ത ഒരു ഡെഡ് ബോഡിയിൽ ബാക്ടീരിയകൾ പെറ്റുപെരുകും. അത് രോഗാണുക്കളെ പരത്തും, ദുർഗന്ധം പരത്തും. അങ്ങനെ ദുർഗന്ധം പരത്തി നിൽക്കുന്ന രോഗാണു സഞ്ചയങ്ങളായ ആശയങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. അത് ലോകത്തിനും സമൂഹത്തിനും എത്രത്തോളം ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു എന്നതിനും നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളും ദൃഷ്ടാന്തങ്ങളും ഏറെയുണ്ട്. അങ്ങനെയുള്ള ഒരു ആശയമോ അല്ലെങ്കിൽ ആശയ സംഹിതയോ തത്വശാസ്ത്രമോ സംസ്കാരമോ അല്ല സനാതനധർമ്മം. അത് തുടർച്ചയായി എത്രയോ സഹസ്രാബ്ദങ്ങളായി കാലത്തിനനുസരിച്ച് സ്വയം പരിണമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണത്. പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണത്. ഈ ചലനാത്മകമായ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി, ഈ അതിവിശാലമായ ഈ പ്രപഞ്ചത്തിൽ 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബിന്ദുവിൽ നിന്ന് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം ഒരൊറ്റ പോയിൻ്റായിരുന്നു. ഇന്നും അജ്ഞാതമായ എന്തോ കാരണത്താൽ പൊട്ടിത്തെറിച്ച് ചിതറിപ്പോയ ആ പ്രപഞ്ച വസ്തുക്കളാണ് ഈ കാണുന്ന സർവ്വതും. ഇത് മഹാസ്ഫോടന സിദ്ധാന്തമാണ്, ബിഗ് ബാങ് തിയറിയാണിത്. ആ പ്രക്രിയയിലെ ഒരു ചെറിയ ഒരു മണൽത്തരിയുടെ പോലും സ്ഥാനമില്ലാത്ത ഭൂമിയിലെ കോടിക്കണക്കിന് ജീവിവർഗങ്ങളിൽ ഒന്നു മാത്രമായ മനുഷ്യൻ്റെ ആ ഭൂമിയിലെ ഒരു ചെറിയ ഭൂവിഭാഗമായ ഈ ഭാരതത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയത്തെപ്പറ്റിയാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേണം, തീർച്ചയായിട്ടും വേണം. മനസ്സിലാക്കലാണ് വിജ്ഞാനം നേടലാണ്. ആ വളർച്ചയിലെ, ഈ പ്രപഞ്ച വളർച്ചയിലെ ഒരു ചെറിയ ഏട്, അതുമാത്രമാണിത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വിചാരിച്ചാൽ, ഞാനോ നിങ്ങളോ ഇവിടെ ഇരിക്കുന്നവരാരും വിചാരിച്ചാലും, ഈ മാറ്റം, വളർച്ച, പരിഷ്കരണം എന്ന് പറയുന്ന ആ സംഗതിയെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മളെത്ര ശ്രമിച്ചാലും ശരി, നമ്മളെത്ര ഡിബേറ്റ് ചെയ്താലും ശരി, നമ്മളെത്ര തലകുത്തി മറിഞ്ഞാലും ശരി, അതിനെ തടുത്തു നിർത്താനാവില്ല. ഈ ജൈവിക പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റുള്ള ജീവിവർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിശേഷബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു ത്വര എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെ പലപ്പോഴും മനഃപൂർവമായ, ബോധപൂർവമായ ഇടപെടലുകൾ കൂടി ഈ മാറ്റത്തിൻ്റെ ഭാഗമായി വേണ്ടിവരും. അതും ഈ പറഞ്ഞ ജൈവിക പ്രക്രിയയുടെ ഭാഗമാണ്. ആ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഭഗവാൻ പറഞ്ഞതുപോലെ ഞാൻ സ്വയം അവതരിക്കും, ആവശ്യം വരുമ്പോൾ ഞാൻ വരും എന്ന് പറഞ്ഞത് ഈ ഇടപെടലുകളുടെ ഭാഗമായിട്ട് തന്നെയാണത്. അവിടെ ആവശ്യം വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭാരതത്തിൽ സനാതനധർമ്മത്തിൽ മാത്രം കാലാകാലങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ എപ്പോഴാവശ്യം വന്നോ അപ്പോഴൊക്കെ അവതാരപ്പിറവികൾ ഉണ്ടായിട്ടുള്ളതും. മുഹമ്മദ് നബി പറഞ്ഞു വെച്ചത് എനിക്ക് ശേഷം വേറൊന്നില്ല എന്ന് തന്നെയാണ്. ഞാനാണ് അവസാനത്തെ പ്രവാചകൻ. എല്ലാ സെമിറ്റിക് രീതികളും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ഇവിടെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ചലനത്തിൽ, ആ അനുസ്യൂതമായ പ്രവാഹത്തിൽ മനുഷ്യന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. മനുഷ്യൻ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ പണ്ട് RVG മേനോൻ
കേരളം കണ്ട ഏറ്റവും വലിയൊരു ബുദ്ധിജീവിയാണ്. ഞാൻ ഏറെ ആദരിക്കുന്ന ഒരാളാണ്, സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ പ്രകൃതി സംരക്ഷണത്തിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഈ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന്, അല്ലെങ്കിൽ പ്രകൃതിയെ കാത്തുകൊള്ളണം, അതിൻ്റെ ബാലൻസ് നമ്മൾ തെറ്റിക്കരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രകൃതിയുടെ ബാലൻസ് തെറ്റുമൊന്നുമില്ല. അത് മനുഷ്യൻ വിചാരിച്ചാൽ തെറ്റിക്കാൻ കഴിയുകയില്ല. പിന്നെ അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അതിനുണ്ടെങ്കിൽ, അങ്ങനെ തോന്നിയാൽ അതിന് സ്വയം കറക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ആ കറക്റ്റ് ചെയ്യലിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ വേണമെന്ന് പ്രകൃതിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. മനുഷ്യൻ ഉണ്ടാവുന്നതിന് മുമ്പും ഈ പ്രപഞ്ചവും പ്രകൃതിയും ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയും മനുഷ്യകുലം ഇല്ലാതാവുമ്പോഴും ഇനി ഏകദേശം 500 കോടി വർഷം കഴിയുമ്പോഴേക്ക് സൂര്യൻ മരിക്കും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ സൗരയൂഥവും ഭൂമിയും എല്ലാം ഇല്ലാതാകും. അപ്പോഴും ഈ പ്രപഞ്ചവും പ്രകൃതിയുമൊക്കെ ഇവിടെ ഉണ്ടാകും. അതായത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. മാറ്റം എന്നത് അനിവാര്യമാണ്, അത് നടന്നുകൊണ്ടേയിരിക്കും. ആ മാറ്റത്തിൻ്റെ പ്രക്രിയയിൽ നമുക്ക് മനുഷ്യന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ആ ഒഴുക്കിനൊപ്പം നമ്മൾ നിന്നു കൊടുക്കുക, അതിനെ ബഹുമാനിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ വിശേഷബുദ്ധി എന്ന് പറയുന്നൊരു സംഭവം ഉള്ളതുകൊണ്ട്, എതിർത്ത് നിൽക്കാനുള്ള ഒരു സ്വാഭാവിക ത്വരയുള്ളതുകൊണ്ട് പലപ്പോഴും ബോധപൂർവമായ ഇടപെടലുകളും ശ്രമങ്ങളും ഇവിടെ ആവശ്യമായി വരും. അങ്ങനെയുള്ള അപ്പോഴാണ് ഈ പറയുന്നത് പോലെയുള്ള സംവാദങ്ങൾ വേണ്ടിവരിക, ചിന്തകൾ വേണ്ടിവരിക, വഴിതെളിക്കാൻ ആചാര്യന്മാരുണ്ടാവുക. അതിൻ്റെ പേരിൽ ഇങ്ങനെ ധാരാളം തർക്കങ്ങളും സംവാദങ്ങളുമൊക്കെ നടക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ് എന്നും ഈ നാട്, ഈ സംസ്കാരം മുൻപോട്ട് പോയിട്ടുള്ളത്. ഇനി ആചാരങ്ങളുടെ കാര്യം തന്നെ എടുത്താൽ, ഞാനതാ പറഞ്ഞത്, ഇതൊരു ഡിബേറ്റബിൾ പോയിൻ്റ് തന്നെ ആണോ എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നുന്നതിൻ്റെ കാര്യം അത്. നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണത്. കഴിഞ്ഞ നമുക്ക് റെഫർ ചെയ്താൽ ലഭിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു 100 വർഷം നമുക്ക് ഈസി ആയിട്ട് റെഫർ ചെയ്താൽ കിട്ടും. ആ ഒരു 100 വർഷത്തെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ആചാര പദ്ധതികളിൽ കൂടെ ഒന്ന് കടന്നു പോയാൽ ഈ 100 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ നടന്നിട്ടുള്ള മാറ്റങ്ങളും പരിഷ്കരണങ്ങളും എത്രത്തോളമുണ്ട്, എത്രയധികമുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ തന്നെ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ തന്നെ ചെറുപ്പത്തിലെ ഒരു അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ നോക്കൂ. ഇപ്പം ഷർട്ട് ഒക്കെ ഇതിൻ്റെ അകത്തെ വിഷയമാണല്ലോ. ഇപ്പം എൻ്റെ വീടിനടുത്തുള്ള നെല്ലിക്കോട് ലക്ഷ്മി നരസിംഹ ക്ഷേത്രം എൻ്റെ വീടിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രമാണ്. ഞാനങ്ങനെ റെഗുലറായിട്ട് ഡെയിലി ബേസിലൊന്നും ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളല്ല. പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം മാറ്റി വെച്ച് പോകും. അങ്ങനെ ദിവസേനയുള്ള അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ അതുവരെ മുണ്ടെടുത്ത് മാത്രമേ, കഴിഞ്ഞ വർഷമാണ്, ഒരു വർഷം അധികമൊന്നും ആയിട്ടില്ല, മുണ്ടെടുത്ത് ചെല്ലണം, ഷർട്ട് അഴിക്കണം, അങ്ങനെയൊക്കെ തന്നെയായിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, അമ്പലത്തിലേക്ക് കയറാൻ തുടങ്ങി, ഷർട്ട് അഴിക്കാൻ തുടങ്ങിയ സമയത്ത് അപ്പോൾ അവിടെ ഒന്ന് പരിചയമുള്ളവരല്ലേ, അവിടെ ഷർട്ടൊന്നും അഴിക്കേണ്ട, കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ആൾക്കാർ പാൻറ് ഇട്ട് കയറുന്നു, ഷർട്ട് ഇട്ട് കയറുന്നു, എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ആ അമ്പലത്തിൻ്റെ മാനേജ്മെൻ്റ് എടുത്ത തീരുമാനമാണത്. പിറ്റേ ദിവസം മുതൽ മാറിയതാണ്. ഈ കോഴിക്കോട്ട് നെല്ലിക്കോട് മഹാവിഷ്ണു ക്ഷേത്രം, ലക്ഷ്മി നരസിംഹ ക്ഷേത്രം, അവിടെ നടന്ന കാര്യം അത്, നടന്ന സംഭവം അത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവിടെ പോകുന്നത്. ഇത് ഞാൻ ജസ്റ്റൊരു ചെറിയൊരു ഉദാഹരണമായിട്ട് മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ പറഞ്ഞല്ലോ, മനുഷ്യന് ഈ എതിർത്ത് നിൽക്കാനുള്ള ഒരു ത്വര, നമ്മൾ ആചരിച്ചു പോരുന്ന, നമ്മൾ ശീലിച്ചു പോന്ന നമ്മുടെ ശീലങ്ങൾ മാറ്റാൻ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമാണത്. അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പുതിയ ഒരു സിസ്റ്റത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യാനും അതുവരെ അനുവർത്തിച്ചു വന്നത് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ അതിൻ്റേതായ സമയമെടുക്കും, സ്വാഭാവികമായ കാര്യമാണത്. ക്ഷേത്രപ്രവേശന വിളംബരം വരുമ്പോഴും ഇതേ അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ഇതേ അവസ്ഥ.
1937 ഇത് അനൗൺസ് ചെയ്യുന്നത്, അത് ഒരു നിയമമായി മാറുന്നത്. എങ്കിലും അതിനു മുമ്പ് തന്നെ 1933 തന്നെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. അതിനുവേണ്ടി തിരുവിതാംകൂർ മഹാരാജാവ് ഏതാണ്ട് 21 സ്ഥലങ്ങളിൽ സിറ്റിംഗ് നടത്തി. അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിച്ചു. ക്ഷേത്രത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശേഖരിച്ചു. അതിൽ കേരളത്തിലെ തന്ത്രി സമൂഹം അതിലൊന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള എതിർപ്പാണ്. അതായത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതൊരു ശക്തിപീഠമാണ്, സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ ഉള്ള ഇടമാണ്, അവിടെ അതിന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ മാത്രമേ പ്രവേശിക്കാവൂ, അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ശരിയാണ്. കാര്യം നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ആ ഒരു സിസ്റ്റം നമ്മൾ നോക്കൂ. അധികം ആൾക്കാരെ ഉൾക്കൊള്ളാവുന്ന രീതിയിലല്ല ഒരു ക്ഷേത്രങ്ങളും ഉള്ളത്. ബലിക്കല്ല്, നമസ്കാര മണ്ഡപം, ആ ചെറിയ പ്രദക്ഷിണ വഴി, എത്ര വലിയ ക്ഷേത്രത്തിലും ഇത് തന്നെയാണ്. അവിടെ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളുക എന്ന ഒരു കൺസെപ്റ്റേ നമ്മുടെ ക്ഷേത്രങ്ങൾക്കില്ല. അതുകൊണ്ട് അതങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഒരു പവർ ഹൗസിൻ്റെ ഉള്ളിലേക്ക്, മൂലമറ്റം പവർ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് എല്ലാവർക്കും, നാട്ടുകാർക്ക് മുഴുവൻ കയറാൻ കഴിയില്ല. അതിന് പറഞ്ഞിട്ടുള്ളവർ മാത്രമേ അതിൻ്റെ അകത്ത് കയറാൻ പാടുള്ളൂ. പക്ഷേ അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പവർ സെൻറ്റർ, അത് അവിടുത്തെ തന്ത്രിയുടെയും പൂജാരിയുടെയും ഒക്കെ ആ സാധന മൂലം അതിൻ്റെ ചൈതന്യം വർദ്ധിപ്പിച്ച് ആ ചൈതന്യത്തിൻ്റെ ഫലം ആ ഗ്രാമത്തിന്, ആ പ്രദേശത്തിന് ലഭിക്കുന്നു. ഇതാണ് അടിസ്ഥാന സങ്കല്പം. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് അതിന് പറഞ്ഞിട്ടുള്ളവരല്ലാതെ പ്രവേശിക്കാൻ പാടില്ല എന്ന നിലപാടാണ് കേരളത്തിലെ തന്ത്രി സമൂഹം എടുത്തത്. അത് വളരെ അത് പുസ്തകമാക്കി ഡോക്യുമെൻ്റഡുമാണത്. പ്യുവർ നല്ല വ്യക്തമായിട്ടത് ഡോക്യുമെൻ്റഡാണത്, പോസിറ്റീവായിട്ടാണ്. അല്ലാതെ ഒരിക്കലും അതിൻ്റെ അകത്തൊരു ജാതിയുടെയോ അങ്ങനത്തെ ഉള്ളൊരു ഉച്ചനീചത്വത്തിൻ്റെ ഒന്നും അംശം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിനെ മറികടന്നുകൊണ്ടാണ് ഇവിടെ ഇത് നിയമമായത്. ആ നിയമമായി ക്ഷേത്രപ്രവേശനം ഇവിടെ നിലവിൽ വന്ന ആദ്യ വർഷങ്ങളിലൊന്നും ഈ പറഞ്ഞ അവർണ വിഭാഗങ്ങൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പോലും പോയിട്ടില്ല. അതാണ് നൂറ്റാണ്ടുകളായി ആചരിച്ചു വന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറാനുള്ള സ്വാഭാവികമായ മാനുഷികമായ പ്രശ്നമാണത്. ക്ഷേത്രങ്ങൾ ദേവാലയങ്ങൾ എന്നതിൽ നിന്ന് മാറി ദേവാലയങ്ങൾക്കൊപ്പം അത് ആരാധനാലയങ്ങൾ കൂടിയായപ്പോൾ ഈ ആരാധനാലയങ്ങളാവുന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചുള്ളതാണ്. അങ്ങനെ ആ സാധാരണ മനുഷ്യനെ സംബന്ധിക്കുന്ന പ്രായോഗികമായ കാര്യങ്ങൾ ഈ ക്ഷേത്രങ്ങളിലെല്ലാം സംഭവിച്ചു. അത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയുമാണ്. അങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ എങ്ങനെ തടസ്സം നിൽക്കും എന്നുള്ളതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ പരിഷ്കരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ വളർച്ച എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യമാണ്. പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പരിഷ്കരണം അപകടവുമാണ്. അതായത് ഇപ്പം 2 വയസ്സുള്ളൊരു കുട്ടി 10 വയസ്സുള്ളൊരു കുട്ടിയുടെ വളർച്ച എത്തണമെങ്കിൽ വീണ്ടും 8 വർഷം കഴിയണം. ഈ 2 വയസ്സുള്ള കുട്ടിയെ 8 വയസ്സുള്ള കുട്ടിയിലേക്ക് വലിച്ചു നീട്ടിയാൽ, ആ വളർച്ചയിലേക്ക് നാം മനഃപൂർവ്വം ചെയ്താൽ ആ കുട്ടി മരിച്ചു പോകും. അങ്ങനെയല്ല വേണ്ടത്. ഒരു പൂ വിരിയുന്നത് പോലെ, വാടിയ പൂ കൊഴിഞ്ഞു പോകുന്നത് പോലെ വളരെ സ്വാഭാവികമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിഷ്കരണം, മാറ്റം, വളർച്ച എന്നതിൻ്റെ ഭാഗമായി നാം നിൽക്കുക. അവിടെ നാം നമ്മുടേതായ രീതിയിൽ ഇതെല്ലാം ഉൾക്കൊണ്ട് തീർച്ചയായും ഈ പറഞ്ഞ പോലെ ഈ വൈബ്രൻ്റായ ഒരു ജൈവിക സത്തയായ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി നിന്ന് അതിനെ ആരാധനയോടെ അതിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ് ഇവിടെ എൻ്റെ പോയിൻ്റായി ഇപ്പോൾ ഞാനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് അടുത്ത അവസരത്തിൽ പറയാം. നമസ്കാരം. ഓം സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി.
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം. നമ്മുടെ വാസ്തവ് നടത്തുന്ന സംവാദത്തിൻ്റെ പ്രഥമ സംവാദത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷം. എഴുത്തുകാരനും വാഗ്മിയുമായ ഷാബു പ്രസാദ് അദ്ദേഹത്തിൻ്റെ ഭാഗം ആദ്യത്തെ വിഷയാവതരണം നടത്തിക്കഴിഞ്ഞു. ഇനി എൻ്റെ ഭാഗത്തു നിന്നുള്ള വിഷയാവതരണമാണ്. നമ്മളിപ്പോൾ ഈ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ, വളരെയധികം ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയമാണ്. ഇതിൽ അദ്ദേഹം ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ അത് ഞാൻ തൽക്കാലം അതിനെപ്പറ്റി അടുത്ത ഖണ്ഡനത്തിൽ സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലാണെങ്കിലും ഭാരതത്തിലെ ഏത് ഭാഗത്താണെങ്കിലും ക്ഷേത്രം എന്ന ശബ്ദത്തിന് ഇപ്പോൾ നമ്മൾ ധരിക്കുന്ന പോലെ അമ്പലം എന്നർത്ഥമല്ല ഉള്ളത്. അത് ഒരു സ്ഥാനം, വയൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥമേ ഉള്ളൂ. പക്ഷേ അമ്പലം അല്ലെങ്കിൽ ആരാധനാലയം അല്ലെങ്കിൽ ദേവാലയമാണ് യഥാർത്ഥ ശരിയായ പദം. ദേവസ്ഥാനം, ദേവാലയം. ദേവൻ്റെ വീട് ദേവാലയം, മനുഷ്യൻ്റെ വീട് മനുഷ്യാലയം, മൃഗങ്ങളുടെ മൃഗാലയം. അപ്പോൾ ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ദേവൻ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥാനത്ത് ക്ഷേത്രത്തിലിരിക്കുന്ന ദേവനാണ്. ദേവത എന്ന് പറഞ്ഞാൽ അത് ഉഭയലിംഗത്തിന് ഉപയോഗിക്കാം. കാളിക്കും ദേവത എന്ന് പറയാം, കൃഷ്ണനും ദേവത എന്ന് പറയാം. അപ്പോൾ അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അപ്പോൾ ഈ ദേവതയെ ആരാധിക്കുന്ന ഇടമാണോ ദേവാലയം? അല്ല. ദേവതയെ ആരാധിക്കുന്നത് ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പൂജാതി കാര്യങ്ങൾ പഠിച്ച് ആർജിത ബ്രാഹ്മണനോ ആണ് ദേവാലയത്തിൽ അർച്ചിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത്. അപ്പോൾ ദേവാലയത്തിലിരിക്കുന്ന ബിംബം, അതിനെ ശൈവാഗമങ്ങൾ ശിവനെന്നും വൈഷ്ണവാഗമങ്ങൾ വിഷ്ണുവെന്നും ശാക്തയാഗമങ്ങൾ ശക്തിയെന്നും വിളിക്കുന്നു. അപ്പോൾ ആ ബിംബത്തിൻ്റെ സ്ഥാനം മനുഷ്യൻ്റെ ശരീരത്തിൽ ആത്മാവിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ നമുക്ക് എപ്രകാരമാണോ നമ്മുടെ ആത്മാവ് നമ്മുടെ ഏറ്റവും കേന്ദ്രമായിരിക്കുന്നത്, അതുപോലെ ക്ഷേത്രത്തിൻ്റെ കേന്ദ്രബിന്ദു ദേവതയാണ്, ദേവതയുടെ ബിംബമാണ്, ബിംബശുദ്ധിയാണ്. അപ്പോൾ 5 ശുദ്ധികൾ പരമാവധി നമ്മൾ പറയുമ്പോൾ 5 ശുദ്ധികൾ ക്ഷേത്രത്തിൻ്റെ കാര്യമുണ്ട്. ആത്മശുദ്ധി, അതായത് ഒരു പൂജാരി വന്നു കഴിഞ്ഞാൽ പൂജകൻ അവൻ സ്വയം ശുദ്ധമാക്കണം. അവൻ നമ്പൂരി എന്ന് പറഞ്ഞാൽ നേരെ ഇല്ലത്തുനിന്ന് ഉറങ്ങി എണീച്ച് നേരെ പോയി പൂജ ചെയ്യാൻ പറ്റില്ല. അവനും ശുദ്ധി പാലിക്കണം ക്ഷേത്രത്തിൽ. ആത്മശുദ്ധി, സ്ഥാനശുദ്ധി, ഇരിക്കുന്ന സ്ഥലം അവൻ പൂജാതി കർമ്മങ്ങളുടെയും മുദ്രകളിലൂടെയും ജലം തളിച്ചിട്ടും വിശുദ്ധമാക്കണം. ദ്രവ്യശുദ്ധി, പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാല്, നെയ്യ് തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെയും അല്ലെങ്കിൽ പൂക്കൾ എല്ലാം അവൻ ശുദ്ധമാക്കണം. അപ്പം അവൻ്റെ ആത്മശുദ്ധി, അവൻ്റെ ശരീരശുദ്ധി, മനഃശുദ്ധി, അവൻ്റെ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ ശുദ്ധി, അതുപോലെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടിനകത്തുള്ള ശുദ്ധി, ദ്രവ്യങ്ങളുടെ ശുദ്ധി, മന്ത്രശുദ്ധി. അവൻ്റെ ആചാര്യൻ, ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ തന്ത്രിയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ മാറ്റം വരുത്തണം, ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ അത് തന്ത്രി മാത്രമേ അതിന് അധികാരമുള്ളൂ. സുപ്രീം കോടതി ജഡ്ജിനെ പോലെ ഏറ്റവും അവസാനത്തെ വിധി പറയുന്നത് ക്ഷേത്രത്തെ സംബന്ധിച്ച് തന്ത്രിയാണ്. അപ്പോൾ ആ തന്ത്രിയുടെ ഒപ്പീനിയൻ വളരെ വളരെ പ്രധാനമാണ്. തന്ത്രി എന്തർത്ഥത്തിലാണ് സ്വന്തം ഇച്ഛ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുമോ? ഇല്ല. തന്ത്രി ആഗമശാസ്ത്രങ്ങൾക്ക് നിരക്കുന്നതല്ലാത്തതൊന്നും ചെയ്തുകൂടാ എന്ന് തന്ത്രശാസ്ത്രം തന്നെ, ആഗമശാസ്ത്രങ്ങൾ തന്നെ സുവ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോൾ ശൈവാഗമങ്ങളാണ്, കിരണാഗമായാലും കാമികാഗമായാലും ഏതായാലും, അതുപോലെ വൈഷ്ണവ പാഞ്ചരാത്രമായാലും വൈഖാനസമായാലും എല്ലാം ഒരു കാര്യം വ്യക്തമായി പറയും. ഈ കാര്യം ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞത് നമ്മുടെ ഗുരുവായൂരമ്പലം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഗുരുവായൂരമ്പലം. ഗുരുവായൂരമ്പലത്തിലെ തന്ത്രി, അദ്ദേഹത്തിൻ്റെ തന്ത്രിയുടെ ആഫീസിൽ ജിസന സലീം എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കയറ്റി അവളുമായിട്ട് വളരെ അടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിച്ചു. അതൊക്കെ നമുക്ക് നീരസമുളവാക്കിയതാണ്. ആ കുട്ടി അതിൻ്റെ അകത്ത്, ക്ഷേത്രത്തിനകത്ത് കേക്ക് കൊണ്ടൊന്ന് മുറിച്ചിട്ട് ആഘോഷം നടത്തി. കേക്ക് എന്ന് പറയുന്നത് മുട്ട ചേർക്കുന്നതാണ്. ഇനിയിപ്പോൾ ആചാര പരിഷ്കരണവാദികൾ നാളെ മുട്ടയ്ക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചിട്ട് സമരം ചെയ്താൽ നമ്മൾ അതും അംഗീകരിക്കേണ്ട അവസ്ഥ വരാതിരിക്കാനാണ് ഇപ്പോൾ പറയുന്നത്. ആരെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി സ്വകപോലകൽപ്പിതമായ എന്തെങ്കിലും നിയമം അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഇടമല്ല ക്ഷേത്രം. എന്തുകൊണ്ടല്ല? ഇതിന് വളരെ കൃത്യമായി സുവ്യക്തമായിട്ട്, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ക്ഷേത്രത്തിലെ കൊടിമരം, ഇപ്പോൾ ഉത്സവം നടക്കാൻ പോവുകയാണ്, കൊടിമരത്തിൽ ധ്വജാരോഹണം നടത്തുന്ന സമയത്ത് ആ കൊടിമരത്തിന് എന്തെങ്കിലും കേടുപാട് വന്നാൽ, ധ്വജത്തിന് കേടുപാട് വന്നാൽ, ധ്വജം വിരിഞ്ഞു തുടർന്നില്ലെങ്കിൽ ഒക്കെ ആഗമം പറയുന്നത് ആ നാട്ടിലെ രാജാവിൻ്റെ പതനമാണത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ആത്മാവെന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ സോഷ്യലായിട്ട് ഈ ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ആരാധനാലയത്തിന്, ദേവാലയത്തിന് സമൂഹവുമായിട്ട് വേറൊരു ബന്ധമുണ്ട്. അതെന്താണ്? ഓരോ ക്ഷേത്രവും അതത് നാടിൻ്റെ രാജാവിൻ്റെ സ്ഥാനം കൂടി കൽപ്പിച്ചിട്ടാണ് ആഗമങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആനയെ എഴുന്നള്ളിക്കുന്നപ്പോൾ എന്തിനാണ് ആനയെ കൊണ്ടുവരുന്നത്? ആനയെ പീഡിപ്പിക്കുകയാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, തമിഴ്നാട്ടിൽ ഇപ്പം നമ്മുടെ ശംഖു തന്നെ വളരെ വ്യക്തമായിട്ട് പല തവണ അത് എഴുതിയതാണ്. ഞാനൊക്കെ അത് വായിച്ച് വളരെ ആസ്വദിച്ചതാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച വാഗ്മി
തന്നെയാണ് ശംഖു. ഏറ്റവും മികച്ച ഒരു 5 പേരിലെടുത്താൽ അതിൽ ഒന്നാം സ്ഥാനം വഹിക്കാൻ കഴിവുള്ള ആളാണ് ശംഖു. ശംഖു തന്നെ മുമ്പ് എഴുതിയിട്ടുള്ള വിഷയമാണ്. അദ്ദേഹം മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. ജല്ലിക്കെട്ട് വിഷയം വന്നപ്പോൾ നമ്മളിൽ പലരും പ്രതികരണം എന്താണ്? ഈ പാവപ്പെട്ട കാളെ ഉപദ്രവിക്കുന്നു, ഈ കാളെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടാണ് നിങ്ങളിവിടെ. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, അതിൻ്റെ പഴക്കവും പെരുമയും എന്താണ്? തമിഴ്നാട്ടിൽ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും പെണ്ണ് കാണൽ ചടങ്ങല്ല, ആണ് കാണൽ ചടങ്ങാണ്. അതെന്താണ്? ഗ്രാമത്തിൽ ഈ പയ്യനും പയ്യൻ്റെ അമ്മാവനും അച്ഛനും ഒക്കെ ചേർന്ന് പയ്യനെ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുപോവാണ്. പെണ്ണിന് കാലിൻ്റെ പാദത്തിൻ്റെ അടിഭാഗം കാണിച്ചു കൊടുക്കണം. സത്യമാണ്, ഞാൻ നിങ്ങൾക്ക് അന്വേഷിക്കാം. എന്തിനാണ്? ഏറു തഴുവിതൽ. ഏറെന്ന് പറഞ്ഞാൽ കാളയുടെ പുറത്തുള്ള ഉയർന്നു നിൽക്കുന്ന ഭാഗം. ഈ വളരെ പോർക്കാളയെ ഉഴുതിട്ടിരിക്കുന്ന വയലിലൂടെ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ വലിച്ചുകൊണ്ട്, അവനെ മീറ്ററുകളോളം വലിച്ചുകൊണ്ട് പോയിട്ട് അത്രയും ശൗര്യത്തോടു കൂടി ഈ കാളയെ മൂഞ്ഞിനെ ഈ പുറത്തു ഭാഗത്ത് പിടിച്ചമർത്തി അതിനെ നിയന്ത്രിച്ച് അവനെ കീഴടക്കണം. അതാണ് ഏറുതഴുവൽ. ആ ഏറുതഴുവലിലൂടെ അവൻ്റെ പൗരുഷം തെളിയിക്കുകയാണ്. പൗരുഷം എങ്ങനെയാണ് തെളിയിക്കുന്നത്? അതായത് പരമശിവൻ പണ്ട് കാട്ടിൽ നിന്ന് ഉണവിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി കാളയെ കൊണ്ടുവന്നിട്ട് അതിനെ മെരുക്കിയിട്ട് ആദ്യമായിട്ട് വയൽ ഉഴുതിട്ട് വിത്തിട്ട് ഇടുകയും നെല്ല് ഉണ്ടാക്കുകയും ആൾക്കാർക്ക് ഊണ് കൊടുക്കുകയും ചെയ്തു എന്നുള്ളൊരു പഴയ തമിഴ്നാട്ടിലെ ആദിമ സങ്കല്പത്തിൽ നിന്നാണ്, ദ്രാവിഡ സങ്കല്പമാണത്. അപ്പോൾ ഏറ് തഴുവൽ എന്താണ്? ഈ പയ്യൻ്റെ കാല് അടിയിൽ ഉരഞ്ഞിട്ട് തൊലി മുഴുവൻ പോയിരിക്കണം എന്നാണ്. അതാണ് അവൻ്റെ ആണത്തെ ലക്ഷണമായിട്ട് തമിഴ്നാട്ടുകാർ കണ്ടിരുന്നത്, ഇപ്പോഴും അടുത്ത കാലത്ത് വരെയും കാണുന്നത്. അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഭാരതത്തിന് പുറത്തുള്ള ശക്തികൾ പോലും ഉണ്ടായിരുന്നു. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ മീശ നോവൽ നമുക്കെല്ലാം അറിയാം. ഹിന്ദുക്കളെ കളിയാക്കി ക്ഷേത്രത്തിൽ പോകുന്ന പെണ്ണുങ്ങളെ വേശ്യകളായി ചിത്രീകരിച്ച ഒരു നോവലായിരുന്നു മീശ. ആ മീശ നോവലിനെതിരെ നമ്മൾ പ്രക്ഷോഭം നടത്തി. ആ മീശ നോവൽ പ്രക്ഷോഭം നടത്തി. മീശ നോവൽ മാതൃഭൂമിയിലേക്ക് മാർച്ച് നടത്തി. നമ്മളുടെ ഈ കോഴിക്കോട് മാതൃഭൂമിക്ക് മുമ്പിൽ വെച്ച് മാതൃഭൂമി പത്രങ്ങൾ കെട്ടടക്കം കത്തിച്ചു. എന്തിൻ്റെ പേരിലായിരുന്നു? ക്ഷേത്രത്തിൽ പോകുന്ന പെണ്ണുങ്ങളെ അഭിചാരികളായി ചിത്രീകരിച്ച് വളരെ വൃത്തിയോടെ എഴുതിയതുകൊണ്ട് മാത്രമാണ്. എഴുതപ്പെട്ടവൻ്റെ പേര് ഹിന്ദു ആയതുകൊണ്ട് അവനെ പുറക്കണമെന്നില്ല. ഹിന്ദു ആണെങ്കിൽ അവനെ അന്നേരം തന്നെ വധിക്കണം എന്ന രീതിയിലാണ് പണ്ടൊക്കെ ആണെങ്കിൽ രാജാവ് കൽപ്പന ചെയ്യുക. ഇന്ന് അങ്ങനെ നടക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ വ്യക്തി, പണ്ടത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, രാജ്യത്തിൻ്റെ ധർമ്മത്തിനെതിരെ പറഞ്ഞാൽ അവനെ ഉപദ്രവിക്കണം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ആതതായിനം ആയാന്തം ഹന്യാദേവ അവിചാരേ, അതായത് ആതതായിയെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നാണ് മഹാഭാരതത്തിൻ്റെ കാലത്തെ നിയമം. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തെ അട്ടിമറിക്കുന്നതിൻ്റെ പേരിലാണ് ഇത് എഴുതുന്നത്. നമുക്കാർക്കും മീശ നോവലിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ JCB ഫൗണ്ടേഷൻ, ഈ മണ്ണുമാന്ത്രി യന്ത്രം ഉണ്ടാക്കുന്ന ഇംഗ്ലണ്ടിലെ ആ JCB എന്ന് പറയുന്ന ആ ഒരു വലിയ മുതലാളിയുടെയാണത്. അയാൾ വളരെ കൃത്യമായി കാത്തലിക് ചേർച്ചുമായിട്ട് ബന്ധമുള്ളയാളാണെന്നും അയാൾ ലോകം മുഴുവൻ ഇത്തരത്തിൽ അതത് നാടുകളിലെ തനത് സംസ്കാരങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി എഴുത്തുകാർക്ക് സമ്മാനം കൊടുക്കുകയും ലക്ഷക്കണക്കിന് രൂപ സമ്മാനം കൊടുക്കുകയും ചെയ്യുന്നു നമ്മൾ അറിഞ്ഞത് മീശ നോവൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു പ്രേരിതമായ നവോത്ഥാനം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഭാരതത്തിന് പുറത്തുള്ള വൈദേശിക മതങ്ങളുടെ, സംഘടിത മതങ്ങളുടെ ശക്തി ഉണ്ടെന്ന് കണക്കാക്കാനുള്ള ബുദ്ധിയുള്ള ഒരു ശങ്കുട്ടിദാസോ ഒരു ഗുരുമൂർത്തിയോ ഒരു പത്മാപിള്ളയോ ഇവിടെ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നുള്ള വിഷമം എനിക്കുണ്ട്. അത് ചെറിയൊരു ന്യൂനപക്ഷമാണ്. ഭൂരിപക്ഷം എപ്പോഴും എന്താണ്? മറ്റേ ആൾ പറഞ്ഞു അതുകൊണ്ട് ഇവിടെ മാറ്റം വരുത്തണം, മറ്റേ ഇയാൾ പറഞ്ഞു അവിടെ മാറ്റം വരുത്തണം. ആ രീതി ക്ഷേത്രത്തിൽ നടക്കില്ല. ആത്മശുദ്ധി, സ്ഥാനശുദ്ധി, ദ്രവ്യശുദ്ധി, മന്ത്രശുദ്ധി, ലിംഗശുദ്ധി ശിവക്ഷേത്രത്തിൽ, അല്ലാത്തതിൽ ബിംബശുദ്ധി, ഈ 5 ശുദ്ധികൾ പാലിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത്. അവിടേക്ക് ആന എഴുന്നള്ളിക്കുന്നു. എന്തിൻ്റെ പേരിലാണ്? ഈ ദേവനെ കേരളതന്ത്രത്തിൽ വിശേഷിച്ചും, മറ്റു നാടുകളൊക്കെ ഇത് കുറവാണ്, കേരളതന്ത്രത്തിൽ വിശേഷിച്ചും രാജാവിൻ്റെ, മന്നൻ്റെ പ്രതീകമായിട്ടാണ് ആരെ കാണുന്നത്? ഈ ദേവതയെ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ തളി അമ്പലത്തിൽ, ഇവിടെ നമ്മുടെ ജന്മനാട്ടിൽ തളി അമ്പലത്തിൽ എപ്പോഴും ആനയെ എഴുന്നള്ളിക്കുന്നു, ആനയെ കൊണ്ടുവരുന്നു, അവിടെ ആനയുടെ മേലെ ബിംബത്തെ വെക്കുന്നു. അതിനൊരു വളരെ സോഷ്യൽ റീസണുണ്ട്. ഉത്സവത്തിൻ്റെ സമയത്ത് നടക്കുന്ന കച്ചവടങ്ങൾ, അവിടെ നടക്കുന്ന ആർട്ടിസാൻസിൻ്റെ കച്ചവടങ്ങൾ, ശില്പികളുടെ വിജയം, ഇങ്ങനെ സംഗീതക്കാരുടെ വിജയം, പ്രഭാഷകരുടെ വിജയം, ഇങ്ങനെ നാടിന് മുഴുവൻ സമൃദ്ധിയും കലാ സാംസ്കാരിക രംഗത്തിൻ്റെ വളർച്ചയും ഉണ്ടാകാൻ വേണ്ടി ഉത്സവം ഉണ്ടാകുന്നത്. ആ ഉത്സവ സമയത്താണ് നാട്ടിലെ എല്ലാവരും ഒത്തുകൂടുന്നത്. ആ സമയത്ത് എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന ഉയരത്തിലുള്ള ജൈവമായ, നേരത്തെ പറഞ്ഞല്ലോ, ജൈവമായ ഒരു ബിംബം, അത് ഒരു മൃഗത്തിൻ്റെ മേലെയാണ് എഴുന്നള്ളിക്കുന്നത്. രാജാവ് എഴുന്നള്ളുന്നതായിരിക്കണം ആ ഒരു പർട്ടിക്കുലർ ജീവി എന്നുള്ള പഴയ കൽപ്പനയാണത്. രാജാവ് മിക്കവാറും പണ്ട് കാലത്ത് എഴുന്നള്ളിയിരുന്നത് വിജയം കണ്ട് രാജാവ് വിക്ടോറിയസ് ആയിട്ട് നാട്ടിലേക്ക് പ്രൊസഷൻ വരുന്ന എപ്പോഴും ശ്രീരാമചന്ദ്രൻ അടക്കമുള്ളവരെല്ലാവരും തന്നെയും ആനപ്പുറത്ത് കയറിയിട്ടുണ്ട്. ആനപ്പുറത്ത് കയറുക എന്ന് പറഞ്ഞാൽ തന്നെ മന്നനായി എന്നാണ്. പൊന്നാനപ്പുറത്ത് കയറുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഏറ്റുമാനൂർ അമ്പലം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ക്ഷേത്രം എടുത്താലും ഈ ആന എന്ന് പറയുന്ന ജീവി നൂറ്റാണ്ടുകളായി മനുഷ്യനോടൊപ്പം സഹവസിച്ച് വന്നിട്ടുള്ള ജീവിയാണ്. കേരളത്തിലെ റോഡ് അപകടങ്ങളുടെ കണക്ക് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് നോട്ട് ചെയ്തെടുത്തു. അതായത് ഇന്ത്യയിൽ, ഭാരതത്തിൽ 2022 മാത്രം 75,000 മരണമാണ് ഈ ബൈക്ക് റൈഡ് കാരണം ഭാരതത്തിലുണ്ടായത്. അതുകൊണ്ട് ഇനി ബൈക്ക് വേണ്ട, ബൈക്കിന് മോളാരും കയറണ്ട,
ആരും കടയിൽ പോകാൻ പോലും ബൈക്ക് ഉപയോഗിക്കേണ്ട എന്നൊരു നിയമം വരുന്ന പോലെ പരിഹാസ്യമാണ്. കാലങ്ങളായി നമ്മുടെ കൂടെ ജൈവമായി മനുഷ്യനോട് ഇണങ്ങിച്ചേർന്ന് അനുസരണയോടുകൂടി ഒരു ഡൊമസ്റ്റിക് ആനിമലായിട്ട് ജീവിക്കുന്ന ആനയെ ഇനി വേണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും സംശയം എനിക്ക് വരികയാണ്. ഉദാഹരണത്തിന് തൃശ്ശൂർ പൂരം എപ്പോൾ അനൗൺസ് ചെയ്താലും ആനപ്രേമികൾ ഒരു വശത്തുനിന്ന് തുടങ്ങും, ആനയെ ഉപദ്രവിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. പിന്നെ ഹെറിറ്റേജ് ടാസ്ക് എന്തോ ഒരു ഫോഴ്സ് എന്നിട്ടും പറഞ്ഞിട്ട് സംഘടന ഉണ്ടാക്കിയിട്ട് അവർ ഒരു തവണ പറഞ്ഞു, നിങ്ങൾ ആനയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ 10,000 രൂപ തരാം, സമ്മാനം തരാമെന്ന്. അപ്പോൾ അന്ന് നമ്മുടെ ശംഖു ഒരു പോസ്റ്റ് ചെയ്ത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അദ്ദേഹം അന്ന് പറഞ്ഞു, ഇതിപ്പോൾ 10,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ പട്ടിണി പാവങ്ങൾ എന്ത് ചെയ്യും? ആനയെ പോയിട്ട് 2 അടി കൊടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇടും, അപ്പോൾ അവന് പൈസ കിട്ടുന്നു. അപ്പോൾ അത് ആനയെ രക്ഷിക്കാനുള്ള പരിപാടിയല്ല, പീഡിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആനയ്ക്കുള്ള സുഖചികിത്സ ഹൈക്കോടതിയുടെ വളരെ വൃത്തിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പിക്കുക എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം, സുഖചികിത്സ എത്ര മാസം ചെയ്യണം, ഈ നിയമങ്ങൾ അവിടെ ഉണ്ട്. അത് പാലിക്കാത്ത ഇതിൽ നിന്നുള്ള എക്സംഷൻസിനെ എടുത്ത് പൊക്കി കാണിച്ചിട്ട് ഇതുകൊണ്ട് ആനകൾ പീഡിപ്പിക്കപ്പെടുന്നു, ഇനി ആന വേണ്ടെന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യം വേണ്ടെന്ന് പറയുന്ന പോലെയാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അന്നത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ അംഗമായിരുന്നു ഭാരതത്തിനുള്ളിൽ, കൊൽക്കത്തയിൽ. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. അതായത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറൊക്കെ ഈ പാളത്താർ കൊടുത്താണ് പോയിരുന്നത് പണ്ട്, നമ്മുടെ ഈ വാജ്പേയിജി കൊടുത്ത പോലത്തെ. അപ്പോൾ അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമം പാസ്സാക്കി നിങ്ങളെല്ലാവരും ഇനി കോട്ടും സൂട്ടും ഇട്ടേ വരാൻ പാടില്ല, ഈ പാളത്താർന്ന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രസംഗം നടത്തി. അതായത് ഒരു വലിയൊരു മുസ്ലിം വ്യാപാരി, പിന്നെ അഭിമാനിയായ ഒരു മുസ്ലിം വ്യാപാരി കടയിലിരിക്കുമ്പോൾ പണിക്കാരൻ ഓടി വന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ചായ്പിലും വെച്ച മരങ്ങൾ കത്തിപ്പോയിരുന്നു, വേഗം ഓടി വരാൻ പറഞ്ഞിട്ട് മുതലാളി വിളിക്കുകയാണ്. അപ്പോൾ വിദ്യാസാഗർ പറഞ്ഞു, വരാം എന്ന് പറഞ്ഞ് മെല്ലെ കടയടച്ച് മെല്ലെ നടക്കുകയാണ് അയാൾ. അപ്പം പണിക്കാരൻ 10 മീറ്റർ മുന്നോട്ട് ഓടി തിരിച്ചു വന്ന് പറയണം, വേഗം ഓട് മുതലാളി, അത് കത്തിപ്പോകുന്നു. അപ്പോൾ ഉടനെ പറയാം, നീ മിണ്ടായിരിക്കടാ ശപ്പ, 10 വിറകുള്ളി അവിടെ കത്തി വെച്ചാൽ എൻ്റെ മുത്തശ്ശൻ നടത്താൻ എനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെല്ലാം പാരമ്പര്യവാദികളാവുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ മുൻപിലുള്ളവരെ നോക്കിയാണ് പഠിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ അനുജൻ കോളേജ് അധ്യാപകനാണ്. അദ്ദേഹം ഒരിക്കൽ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു കുട്ടി പറഞ്ഞു, മാഷേ പഴയ കുറിയൊക്കെ മായ്ക്കാൻ സമയമായില്ലേ എന്ന്. വെച്ചാൽ ത്രിപുണ്ഡ്രം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്, നിൻ്റെ വീട്ടിലിപ്പോൾ അരി വേവിക്കുന്നല്ലേ ചെയ്യുന്നതെന്ന്, അല്ലാതെ നേരെ തിന്നുകയല്ലല്ലോ. അപ്പോൾ പാരമ്പര്യത്തിൽ പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ദേവൻ ക്ഷേത്രത്തിൻ്റെ അതായത് നാടിൻ്റെ രാജാവാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ദേവന് കൊടുക്കുന്ന, അതായത് രാജാവിന് കൊടുക്കുന്ന മര്യാദകൾ, ആന, വെഞ്ചാമരം, കൊടിമരം തുടങ്ങി രാജാവ് ആസ്വദിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും അതിലൊരല്പം കൂട്ടിയിട്ടാണ് രാജാവ് എപ്പോഴും ദേവന് സമർപ്പിക്കാറ്. അതിന് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെയാണ്. പത്മനാഭദാസന്മാരായിട്ടാണ് രാജാക്കന്മാർ ഭരിക്കുന്നത്. അവരുടെ കിരീടത്തിൻ്റെ മേലെ ശ്രീപത്മനാഭസ്വാമിയുടെ പാദുകങ്ങളാണുള്ളത്. എന്ന് വെച്ചാൽ ദേവൻ്റെ കാൽച്ചുവട്ടിലാണ് എൻ്റെ ജീവിതമെന്ന് രാജാവ് പോലും പറയുന്ന കാലത്താണ് ഇവിടെ ചില പ്രജകൾ പിന്നെ ഈ പറഞ്ഞ വിദേശ ഫണ്ടിങ് ഏജൻസീസിൻ്റെ പഠനങ്ങൾ വെച്ചുകൊണ്ട് ആന വേണ്ട, കരിമരുന്ന് വേണ്ട, പടക്കം പൊട്ടിക്കേണ്ട എന്ന രീതിയിൽ വരുന്നത്. നാളെ ഇതെന്താവും? ജസ്ന സലീമിനെ അകത്ത് കയറ്റിയത് ആരാണെന്ന് നമുക്കറിയാം. തന്ത്രിയുടെ അടുത്ത് വരെ എത്താനും സംസാരിക്കും. ഞാൻ ഇന്ന് വരെ ഗുരുവായൂർ തന്ത്രിയായിട്ട് സംസാരിച്ചിട്ടില്ല. ജസ്ന സലീം 10 പ്രാവശ്യം സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വിദേശ ശക്തി പ്രേരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ജിഹാദികളോ അല്ലെങ്കിൽ മറ്റൊരു സെമിറ്റിക് റിലീജിയൻസോ പ്രേരിപ്പിച്ചാൽ ഹിന്ദു ക്ഷേത്രങ്ങളകത്ത് എന്തും കാണിക്കുക എന്നുള്ള ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് അവിടെ നിന്ന് സാംസ്കാരിക നായകന്മാരെ കൊണ്ടും ഇപ്പുറത്ത് മറ്റു പലരെ കൊണ്ടും ആചാരവാദികളെ കൊണ്ടും ഒക്കെ പറയിപ്പിക്കുന്നതിനാണ്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളെ പൊളിച്ചെഴുതുക എന്നുള്ളതാണ്. നമ്മുടെ ഇരിക്കുന്ന ഈ ഇല്ലം ചുടലാണ് ഈ പരിപാടി. അതുകൊണ്ടാണ് അതിനെ നമ്മളെന്നും എതിർത്ത് പോന്നിട്ടുള്ളത്. ഇനി മറ്റൊരു വശം, ഷർട്ട് ഇടണ്ട എന്ന് പറയുന്ന വിഷയം, അത് വളരെ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരാൾ പറഞ്ഞത് ഷർട്ട് ഇടുന്ന സൗകര്യമാണ്, വിയർപ്പ് കൊണ്ട് ഒട്ടില്ലെന്നാണ്. ഇന്ന് മിക്ക ക്ഷേത്രങ്ങളിലും നടയിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ 10-20 ഫാനുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. മൂകാംബിക ക്ഷേത്രം ഉദാഹരണം, മൂകാംബികൾ ഷർട്ട് ഇടാൻ പാടില്ല. കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രമാണ്. ഉടുപ്പി കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രമാണ്, ഷർട്ട് ഇടാൻ പാടില്ല. കൊക്കെ സുബ്രഹ്മണ്യം ഷർട്ട് ഇടാൻ പാടില്ല. ഗോകർണം ഷർട്ട് ഇടാൻ പാടില്ല. ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഇപ്പോഴും ഈ ആചാരം നിൽക്കുന്നത്. കേരള ക്ഷേത്രം എന്ന് പറയുന്നത് ഗോകർണം മുതൽ കന്യാകുമാരി ശുചീന്ദ്രം വരെയാണ്. ശിവൻ ടു ശിവനാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഷർട്ടില്ല. എന്താ കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കൽ പറഞ്ഞു, അത് ജാതി നോക്കാനാണ്. പൂണൂലുണ്ടോയെന്ന് അറിയാം. ഇന്ന് 2 രൂപ കൊടുത്താൽ ആർക്കും പൂണൂൽ കിട്ടും. പൂണൂലിൻ്റെ പ്രശ്നമൊന്നുമല്ല. അത് ആർക്കും പൂണൂൽ പോയാൽ ജാതി വേറെ നോക്കി കണ്ടുപിടിക്കുമോ? അതൊന്നും അർത്ഥമല്ല. അതൊക്കെ വെറുതെ വാദം മാത്രമാണ്. ജാതി നോക്കാനല്ല. നാം പോകുന്നത് ആരെ കാണാനാണ്? നമ്മുടെ പരിദേവനങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ നാട്ടുരാജാവായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ, ദേവൻ്റെ മുമ്പിലാണ് പോകുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ മുമ്പിലും പുരുഷന്മാർ ഷർട്ട് ധരിക്കാതെ പരാതി പറയാനാണ് പോയിരുന്നത്. ഇടത്തെ കൈത്തണ്ടയിൽ ഇട്ടുകൊണ്ടോ അല്ലെ അരയിൽ കെട്ടിക്കൊണ്ടോ വേണമെന്ന് ആഗമശാസ്ത്രം വിധിക്കുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ എന്നെ സംബന്ധിച്ച്, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും വിശ്വാസികൾ തന്നെയാണ്. അദ്ദേഹം അവിശ്വാസിയൊന്നുമല്ല, അദ്ദേഹം നാസ്തികനല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വിശ്വാസി തന്നെയാണ്. പക്ഷേ അതിലെവിടെയാണ് പ്രശ്നം വരുന്നത്? ഷർട്ട് ഇട്ട് പോയാൽ വിയർപ്പൊട്ടില്ല. ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും നല്ലോണം പണമുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിലെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം. ആ ചുറ്റോട് നിൽക്കുന്നതോട് എത്ര ഫാനുണ്ട് നിങ്ങളെ നോക്കുക, ഒരു തുള്ളി വിയർക്കില്ല. ഇനി ഷർട്ട് ഇട്ടാൽ കടുത്ത വേനൽക്കാലത്ത് വിയർപ്പ് കൂടുക ചെയ്യുന്ന എൻ്റെ അനുഭവം കേട്ടോ.
ഞാനൊക്കെ വീട്ടിൽ നിന്ന് ഷർട്ട് ഊരി കളഞ്ഞിട്ട് ഇരിക്കുകയാണ് പുറത്ത്. എന്താ വെച്ചാൽ എന്നാൽ ഇത്തിരി കാറ്റൊക്കെ കൊള്ളൂല്ലോ വെച്ചിട്ട് ഷർട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെയോ, അല്ല ഇനി ആചാരം ഒന്നുകൂടി നന്നായിക്കോട്ടെ, കോട്ടാക്കിക്കോട്ടെ, കോട്ടും ടൈയും ആക്കിയാൽ കുറച്ചുകൂടി മാന്യതായി ക്രിസ്ത്യാനികൾ കണ്ട കുറ്റം പറയില്ല. ഇനി 5 മിനിറ്റ്. നമ്മൾ ഈ വാദം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൻ്റെ പിന്നിലെന്താണ്. ഉദാഹരണത്തിന് തൃശ്ശൂർ പൂരം വരുമ്പോൾ മാത്രം ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല, വെടിമരുന്നന്മാരുടെ ഭയങ്കര ശല്യമാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഉടനെ ക്രിസ്മസിൻ്റെ സമയം വരുമ്പോൾ ബോൺ നത്താലെ എന്ന് പറഞ്ഞിട്ട് ഇനി ചെയ്യാത്ത ഒരു വേക്കൂത്തുമില്ല. ആന വരാം, അവിടെ ആന വരാം, അവിടെ കുതിര വരാം, അവിടെ എന്തും വരാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ കൃത്യമായും ഇത് റിലീജിയസ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമാണ്. ഹിന്ദുക്കളെ നവോത്ഥാനം പറഞ്ഞ് എന്നും പറ്റിക്കാമെന്നൊരു ചിന്തയാണ്. പിന്നെ ഇതിൽ എപ്പോഴും ഞാൻ പറയുന്ന വിഷയത്തിന് എതിർവാദമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുള്ളത് ശ്രീനാരായണ ഗുരുദേവനെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയപ്പോൾ ഇത് ഈഴവ ശിവനാണെന്ന് പറഞ്ഞു എന്ന് പലരും പ്രചരിപ്പിക്കുന്നു. സത്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഈഴവ ശിവൻ എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കട്ടെ, ഈ പ്രതിഷ്ഠ നടക്കുന്ന സമയം എപ്പോഴാണ്? അർദ്ധരാത്രി നാരായണ ഗുരുദേവൻ പുഴയിലിറങ്ങി ഈ ഉരുളങ്കല്ലെടുത്ത് നെഞ്ചത്ത് ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്. അത് ശിഷ്യന്മാർ എഴുതിയിട്ടുണ്ട്, ചൈതന്യസ്വാമികൾ എഴുതിയിട്ടുണ്ട്. ആ ചൈതന്യസ്വാമികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുരുദേവൻ ഇത് പ്രതിഷ്ഠിക്കാൻ നേരത്ത് ആരോ ചോദിച്ചു എന്നാണ്. ബ്രാഹ്മണരെന്താ പുലർച്ചെ 3 മണിക്ക് ഗുരുദേവൻ എവിടെയാണുള്ളത് ആ കാട്ടിൽ പോയിട്ട് ചോദ്യം ചെയ്തു പറയുന്നതിലൊന്നും ചരിത്രത്തിൽ തെളിവുകളില്ല. ഏത് ബ്രാഹ്മണൻ ചോദിച്ചു, ഏത് ഇല്ലക്കാരൻ ചോദിച്ചു, അങ്ങനെ തെളിവൊന്നുമില്ല. ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇടക്കാലത്ത് ചില കമ്മികൾ പറഞ്ഞുണ്ടാക്കിയത് അവന് സാധ്യതയുള്ളൂ. കാരണം ഗുരുദേവൻ്റെ പ്രതിഷ്ഠ കണ്ടു നിന്നാരും അങ്ങനെ ബ്രാഹ്മണർ ഓടി വന്ന് ചോദ്യം ചെയ്തിട്ട് കണ്ടിട്ടില്ല. ഇന്ന് ചെയ്യുമോ? അന്നും ചെയ്യില്ല. ഞാൻ ചോദിക്കട്ടെ, അന്നും അഗസ്ത്യമുനിയെ പോലെയുള്ള എത്രയോ പേര് ഇവിടെ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. അഗസ്ത്യമുനിയുടെ കാലം മുതലേ അവരുടെ ഒന്നും ജാതി എന്താണെന്ന് പോലെ, സിദ്ധപുരുഷന്മാരുടെ ജാതി എന്താണെന്ന് പോലും നമുക്കറിയില്ല. തിരുമൂലരുടെ ജാതി എന്താണെന്ന് നമുക്കറിയില്ല. കാരണം തിരുമൂലർ ആരാണ്? പിന്നെ തിരുമന്ദിരം 3000 പാട്ട് എഴുതിയ ആളാണ്. ആ 3000 പാട്ട് എഴുതാൻ കാരണം എന്താണ്? ശിവൻ്റെ ഭൂതഗണത്തിൽ ഒരാളായിരുന്ന മൂലൻ സൗത്ത് ഇന്ത്യയിൽ വന്ന് തപസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് അവിടെ ഒരു പറയൻ്റെ പശുക്കൾ ചത്തുപോയിട്ട് പറയനെ കണ്ട് കരയുന്നത്. ആ പശുക്കളുടെ വേദന, പറയൻ ചത്തുപോയിട്ട് പശുക്കൾ കരയാണ്. അപ്പോൾ പറയൻ്റെ വേദന കേട്ടിട്ട് തപസ് ഉപേക്ഷിച്ചിട്ട് സ്വന്തം ശരീരം ഉപേക്ഷിച്ചിട്ട് പറയന് ജീവൻ കൊടുത്തിട്ട് പശുക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാടിയ പാട്ടുകളാണ് തന്ത്രത്തിലെ ഏറ്റവും ഉയർന്ന, ദ്രാവിഡ തന്ത്രത്തിലെ ഏറ്റവും ഉയർന്ന ടെക്സ്റ്റാണ് തിരുമന്ദിരം. അപ്പോൾ അവിടെ ജാതിയുടെ പ്രശ്നം എവിടെയാണ്? അതായത് ഒരു പറയൻ്റെ, അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറയുന്നത്, അതുകൊണ്ടാണ് ആ ജാതി പറയുന്നത്. ഒരു പറയൻ്റെ നഷ്ടം മൂലം പശുക്കൾ കരഞ്ഞപ്പോൾ ആ പശുക്കൾക്ക് വേണ്ടി സ്വന്തം ശരീരം ഉപേക്ഷിച്ച ശിവഭൂതഗണമുള്ള നാടാണിത്. ആ തിരുമൂലർ എഴുതിയ തിരുമന്ദിരം, അത് നമുക്ക് പഠിക്കുന്ന ആ തിരുമന്ദിരത്തിൽ പറഞ്ഞതാണ് ഒன்றേ കുലം ഒരുവനേ ദൈവം. അതിൻ്റെ ഒരു കേരള ജെറോക്സ് കോപ്പി മാത്രമാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി ഒരു മതം എന്നുള്ളത്. ആദ്യമുണ്ടായത് അതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? നാരായണ ഗുരുസ്വാമിയും ചട്ടമ്പി സ്വാമികളും തമിഴ് തന്ത്രത്തെ ഫോളോ ചെയ്തവരാണ്. അവർ തന്ത്രസമുച്ചയൊന്നുമല്ല ഫോളോ ചെയ്തത്. ഇപ്പം തമിഴ്നാട്ടിൽ ഏതൊരു സിദ്ധനും ജാതി നോക്കുമ്പോൾ കാരക്കലമ്മയുടെ ജാതി എന്താ നമുക്കറിയില്ല. തിരുമൂലരുടെ ജാതി എന്താ നമുക്കറിയില്ല. അവരുടെ കുലം തന്നെ നമുക്കറിയില്ല. അവരാണ് പാടിയത് ഒன்றേ കുലം ഒരുവനേ ദൈവം. ഒരു കുലമാണ് ഈ മാനവരാശി എന്ന് ആദ്യം പറഞ്ഞ മാർക്സോ ഏംഗൽസോ ഒന്നുമല്ല. അത് നമ്മുടെ തിരുമന്ദിരകാരകനായിട്ടുള്ള തിരുമൂലരാണ്. അതിനു മുമ്പ് പറഞ്ഞത് ഭഗവാൻ കൃഷ്ണനാണ്. എന്താണ്? ഈശ്വര സർവഭൂതാനാം ഹൃദയേശി അർജുന തിഷ്ഠതി. അർജുന, സകല ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്ന പറഞ്ഞു. എല്ലാ ജീവജാലങ്ങളും, മനുഷ്യനെ മാത്രമല്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് ഷർട്ട് അഴിച്ച് കയറേണ്ട ക്ഷേത്രത്തിൽ പോകാൻ താല്പര്യമില്ലേ? അവനവിടെ പോകണ്ട. അവൻ അനേകം മറ്റ് ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. നാരായണ ഗുരു പ്രതിഷ്ഠിച്ച ഇപ്പോൾ അമൃതാനന്ദമയി ദേവി ഏതാണ്ട് 23 or 24 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച തന്ത്രിയും കൂടിയാണ്. അമൃതാനന്ദ 23, 24 എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 24ഓളം ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങൾ ഒറ്റ ശിലയിൽ ശിവകുടുംബം പ്രതിഷ്ഠിച്ച ആളാണ് അമൃതാനന്ദമയി ദേവി. അമ്മയുടെ കുലം ഏതാണ്? അവിടെ ബ്രാഹ്മണർ പോകുന്നില്ലേ? അനേകായിരം ബ്രാഹ്മണർ പോകുന്നില്ലേ? അവിടെ പൂജ ചെയ്യുന്ന ആരാണ്? അവിടെ ജാതി നോക്കിയിട്ടല്ല, സ്ത്രീകൾ വരെ പൂജ ചെയ്യുന്ന അമ്പലമാണ്. ഇപ്പം നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ അങ്ങനെ കയറണം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അപ്പൻ്റെ ഹിതം നോക്കേണ്ടി വരും. എന്നോട് നിങ്ങൾ പറയും രാത്രി 12 വിളിച്ച് പറയാം, ഗുരുമൂർത്തി നിങ്ങളുടെ വീട്ടിൽ രാത്രി 12 എനിക്ക് വരണം, എനിക്കൊന്ന് ബാത്റൂമിൽ പോകാനാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. നീ എവിടെയെങ്കിലും ഹോട്ടലിൽ പോയിട്ട് സാധിച്ചോളാൻ പറയുള്ളൂ. അതായത് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ സാധിക്കാനുള്ള ഇടമല്ല ക്ഷേത്രം. അവിടെ ഒരു തന്ത്ര ആഗമ ശാസ്ത്രമുണ്ട്. തന്ത്ര സമുച്ചയം നിങ്ങൾ തള്ളിക്കോ, അതിന് പഴയ ശൈവാഗമവും പാഞ്ചാതത്വം ഒക്കെ ഞാൻ എടുത്ത് പറയാം വേണമെങ്കിൽ. അതിലെല്ലാം തന്നെയും പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രത്തിലെ ദേവന് ആ നാടിൻ്റെ രാജാവിൻ്റെ സ്ഥാനമുണ്ട്. ദേവഹിതമല്ലാതെ പ്രവർത്തിച്ചാൽ നാടിന് നാശം വരുമെന്നാണ്. ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ശബരിമല അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് സ്ത്രീകൾ, യുവതികൾ കയറണമെന്ന് എന്തൊരു നിർബന്ധമായിരുന്നു ചിലർക്ക്. ആ നിർബന്ധത്തെ അത് ഒരുക്കിക്കൊണ്ടുവന്ന രീതി എങ്ങനെയാണ്? മെല്ലെ 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 ക്ഷേത്രത്തിന് മാറ്റം വരുത്തണം, ക്ഷേത്രത്തിൻ്റെ 18ാം പടി വീതി കൂട്ടണം, ക്ഷേത്രത്തിന് അതൊന്നും പുറത്തുള്ള ആളുകൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല.
അതേ സമയത്ത് സ്വന്തം ജാതീയമായ ക്ഷേത്രങ്ങളിൽ അന്യജാതിക്കാരെ കണ്ടാൽ ഓടിക്കുന്നവരാണ് പറഞ്ഞത് അയ്യപ്പനടുത്ത് യുവതികൾ കയറണമെന്ന്. അതായത് തൻ്റെ ജാതിയുടെ ദേവൻ്റെ അടുത്ത് ഇന്ന ജാതിക്കാർ വരാൻ പാടില്ലെന്ന് പറയുന്നവർ തന്നെയാണ് പറഞ്ഞത് അയ്യപ്പനടുത്ത് എല്ലാവരും കയറട്ടെ, അയ്യപ്പൻ ഓവർ ടൈം ഡ്യൂട്ടി എടുക്കട്ടെ, 18-ാം പടി വീതി കൂട്ടട്ടെ എന്നൊക്കെ. അപ്പോൾ ഈ പ്രേരിതമായ നവോത്ഥാനങ്ങൾ എവിടെ നിന്ന് വന്നാലും തിരിച്ചറിയാനുള്ളൊരു ബോധം നൽകാൻ വേണ്ടിയാണ് ഞാൻ സംവാദത്തിന് വന്നത്, ആരെയും തോൽപ്പിക്കാനല്ല. നിങ്ങളിൽ എല്ലാവരും ഇത് കേൾക്കുന്ന നാളെ ഈ വാസ്തവിൻ്റെ ഈ വീഡിയോയിലൂടെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും. അവർ മനസ്സിലാക്കണം, ഓരോ നവോത്ഥാന ശ്രമത്തിൻ്റെ പിന്നിൽ ഒരു സംഘടിതമായ ഒളിച്ചു കടത്തപ്പെടുന്ന താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാനുള്ള നമ്മുടെ ശരിയായ ഹിന്ദുത്വം എന്ന് പറയുന്ന ബോധം അവിടെയാണ് വിലപ്പോകുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് എന്ത് നടക്കണമെന്ന് തന്ത്രി തീരുമാനിക്കും, തന്ത്രി എന്തു പറയണമെന്ന് ആഗമങ്ങൾ തീരുമാനിക്കും. ആഗമങ്ങളിലോ തന്ത്രിയിലോ ഇല്ലാത്ത ഒന്ന് പുറത്തുനിന്ന് അടിച്ചേൽപ്പിച്ചാൽ അത് ക്ഷേത്രത്തിന് എപ്പോഴും വിരുദ്ധമായി മാത്രമേ മാറുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, തന്ത്രി ഒന്നുമല്ല, റീജൻ്റ് ഭരണകാലത്ത് സർ CP നമ്മുടെ അയ്യരാണ് ഇത് ഒപ്പിട്ടതെന്ന് പറയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, സർ CP ഇനി എത്ര മിനിറ്റ്, 1 മിനിറ്റ് കഴിഞ്ഞ സർ CP ഒപ്പിട്ടത് തരണനല്ലൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പൂർണ്ണ അനുമതി കൊണ്ട് മാത്രമാണ്. കേരളത്തിൽ അന്നത്തെ ഏറ്റവും മികച്ച പണ്ഡിതനായ ആഗമശാസ്ത്ര പണ്ഡിതനായ തരണനല്ലൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ക്ഷേത്രപ്രവേശനം നടക്കുകയില്ലായിരുന്നു. അത്ര എനിക്കിപ്പോൾ ആദ്യം പറയാനുള്ളൂ, പിന്നെ ബാക്കി പറയാം.